Good morning, ma'am. Morning, students. Good morning, ma'am. മ്യൂട്ടാക്കുക കേട്ടാ. കേറിയവരെല്ലാരും മ്യൂട്ടാക്കുക. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യപ്പോ നമുക്ക്. ഓക്കെ, മ്യൂട്ട് ചെയ്യാട്ടാ. ജോയിൻ ചെയ്യണവരെല്ലാരും മ്യൂട്ട് ചെയ്യാം. ഓക്കെ, ആ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ എന്താ പഠിച്ചേ? ഓപ്പറേഷൻ തിയേറ്റർ അല്ലേ? ഒ ടി എൻവിറോൺമെന്റ്, ഒ ടി സ്റ്റാഫ് അല്ലേ? പോളിസി ടു എൻറ്റർ ഇൻ ഒ ടി. ഓപ്പറേറ്റിംഗ് റൂം വേരീസ് അല്ലെ, ഡിപ്പെൻസ് അപ്പോൺ ദ സർജറീസ് അല്ലേ? കേരളവരും മ്യൂട്ട് ചെയ്യാം കേട്ടോ, മ്യൂട്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല കേട്ടോ ക്ലാസ്. അതുകൊണ്ട് മ്യൂട്ട് ചെയ്യാം കേട്ടോ കേരളവര്. ഓക്കെ, ആ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. 10:30 ആയി. ഓക്കെ, സോണിങ്. ഇന്ന് നമുക്ക് എന്താ നോക്കാനല്ലേ? സോണിങ് ദ ഓപ്പറേഷൻ തിയേറ്റർ. സോണിങ് എന്താ? an operating theater as an operating room, operating suite or operation theater is a facility within a hospital where surgical operations are carried out in an aseptic environment. സോണിങ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെറിലൈസേഷൻ അല്ലേ? നമുക്ക് സ്റ്റെറൈൽ. എന്തിനാണ് ഒട്ടി സ്യൂട്ട്? The OT suite is a potential source of hospital infection in general and wound infection in particular. അല്ലെ? നമ്മൾ എന്താ പഠിച്ചു? ഇതിൽ ഓപ്പറേഷൻ തിയേറ്റർ പഠിച്ചു, ഓപ്പറേഷൻ തിയേറ്റർ എൻവിറോൺമെന്റ് പഠിച്ചു അല്ലെ? ഓപ്പറേഷൻ തിയേറ്റർ എക്യുപ്മെന്റ്സ് പഠിച്ചു. ആരൊക്കെയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറണം അല്ലെ? അത് പഠിച്ചു. പിന്നെ പോളിസി അല്ലെ? പോളിസി പഠിച്ചു. എന്തൊക്കെയാണ് അതിനകത്ത് കയറുമ്പോ ചെയ്യേണ്ടത് അല്ലെ? അത് പഠിച്ചു. പിന്നെ ലാസ്റ്റ് അവസാനത്തെ പഠിച്ചു നമ്മള് ഈച്ച് ഓപ്പറേറ്റിംഗ് റൂം അല്ലെ? ഓരോ ഓപ്പറേറ്റിംഗ് റൂം വേരീസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സർജറീസ് അല്ലെ? അതുവരെ നോക്കി. ഇനി നമുക്ക് ഇന്ന് നോക്കാനുള്ള ഏതാ? സോണിങ് ദ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ? എന്താണ് സോണിങ് എന്ന് പറയാ? സ്റ്റെറിലൈസേഷൻ. എന്താ പറഞ്ഞേക്കണേ? The suite should be planned with the aim of reducing the risk of hospital infection being brought into the suite. അല്ലെ? എന്തിനാണ് OT സ്യൂട്ട് എന്ന് പറഞ്ഞാൽ? OT സ്യൂട്ട്, ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട്, അതെങ്ങനെയായിരിക്കണം? ഇൻഫെക്ഷൻ. ആ മ്യൂട്ടാക്കുക. മ്യൂട്ടാക്കിയിട്ടില്ലേ? ആരെങ്കിലും മ്യൂട്ടാക്കാത്തുണ്ടോ? മ്യൂട്ടാക്കാത്തുണ്ടോ ആരെങ്കിലും? എക്കോനുണ്ടാ? ആരോ മ്യൂട്ടാ? എന്നാ ഞാന് ഓൾ മ്യൂട്ട് ചെയ്യട്ടെ. ക്ലിയർ ആവുന്നുണ്ടോ? വേണമെങ്കിൽ ഓൾ മ്യൂട്ട് ചെയ്യാം എല്ലാം. ഓൾ മ്യൂട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു 15 മിനിറ്റ് സമയം തരാം, അല്ലെങ്കിൽ അരമണിക്കൂർ. അത് മതിയോ? ഇപ്പൊ ക്ലിയർ ആവണുണ്ടാ? കേൾക്കാൻ പറ്റുന്നുണ്ടാ? ഓൾ മ്യൂട്ട് ചെയ്യണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓൾ മ്യൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പൊ പറ്റുന്നുണ്ടല്ലേ? അപ്പൊ മ്യൂട്ട് ചെയ്യണം, എല്ലാരും മ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ ശബ്ദം കാരണം ഒരാള് മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ശബ്ദം കാരണം കേൾക്കാൻ പറ്റില്ല എന്നാണ് എല്ലാരും പറയണത്. ഓക്കെ, അപ്പൊ മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ മിസ് ഓൾ മ്യൂട്ട് ചെയ്യാം. എന്നിട്ട് അവസാനം ഒരു 15 മിനിറ്റ്സ് സംശയം ചോദിക്കാൻ സമയം തരാം. അത് വേണോ അതോ നിങ്ങൾ തന്നെ മ്യൂട്ട് ചെയ്യണോ? എന്താ വേണ്ടേ? ഓൾ മ്യൂട്ട് ചെയ്യണോ? കേൾക്കാൻ പറ്റണ്ടേ? ഇപ്പൊ
ആരാ പറഞ്ഞേ? ആരാ കംപ്ലൈന്റ് പറഞ്ഞേ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ. ഇപ്പോഴും അങ്ങനെ തന്നെ. ക്ലിയർ ആവണ്ടാ? ഇല്ല. നോക്കാം നമുക്ക്. സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, an operation theater or the OT suite should be planned with the aim of reducing the risk of hospital infection being brought into the suite. എന്താ പറയണേ? സ്റ്റെറിലൈസ് ചെയ്യാ അല്ലെ? സ്റ്റെറിലൈസേഷൻ, ഇൻഫെക്ഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ജനറൽ പ്രിൻസിപ്പിൾസ് നോക്കാം നമുക്ക്. ഓക്കെ, ജനറൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക് ഫ്ലോ within the OT suite should be kept apart as best as possible. എന്താ പറഞ്ഞേക്കണേ? എന്തൊക്കെയാണ് പൊതുതത്വങ്ങൾ? സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേഷൻ തിയേറ്റർ ജേം ഫ്രീ ആയിരിക്കണം അല്ലെ? ജേം ഫ്രീ ആയിരിക്കണം. ഇൻഫെക്ഷൻസ് അല്ലെ? ഒരു രോഗം പകരാൻ പാടില്ല അല്ലെ? ഒരു ഇൻഫെക്ഷൻ, റെഡ്യൂസിങ് ദ റിസ്ക് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ബീങ് ബ്രോട്ട് ഇൻ ടു ദ സ്യൂട്ട് അല്ലെ? നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇൻഫെക്ഷനോ അതിനകത്തോട്ട് കയറാൻ പാടില്ല. അതേപോലെ നല്ല സ്റ്റെറിലൈസ് ചെയ്തിട്ടായിരിക്കണം. എന്തായിരിക്കണം? നല്ല നീറ്റ് ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. എന്ത്? ഓപ്പറേഷൻ തിയേറ്റർ. അതിനാണ് സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് അതിന്റെ പൊതുതത്വങ്ങള്? ഒന്നാമത്തെ തത്വം ഏതാ? ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക് ഫ്ലോ അല്ലെ? മനസ്സിലായി? എന്താ ക്ലീൻ? നല്ല വൃത്തിയായിരിക്കണം. അഴുക്കിന്റെ ഒഴുക്കുചാൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല. within the OT suite should be kept apart as best as possible അല്ലെ? ഓപ്പറേഷൻ OT സ്യൂട്ട്, ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് നല്ല ബെസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. ഓക്കെ, പിന്നെന്താ പറഞ്ഞേക്കണേ? സ്പേസസ് ഇൻ ദ സ്യൂട്ട് ഹാവ് ടു ബി അറേഞ്ച്ഡ് in such a way that while moving from one space to another there should be a constant progression of cleanliness from entrance of OT suite to the operating room അല്ലെ? മനസ്സിലായി? എന്താ പറയണേ? there should be a constant നല്ല വൃത്തി ഉണ്ടായിരിക്കണം അല്ലെ? എൻട്രൻസ്, OT സ്യൂട്ടിന്റെ എൻട്രൻസ്, ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിന്റെ വാതിൽപ്പടി, അവിടെ നിന്ന് ഓപ്പറേഷൻ റൂമിന്റെ നടുക്ക് അല്ലെ? ഓപ്പറേറ്റിംഗ് റൂമിന്റെ ഉള്ളിൽ വരെ വരുമ്പോ എന്തായിരിക്കണം? നല്ല നീറ്റ്നെസ് ഉണ്ടായിരിക്കണം അല്ലെ? അത് ഓർത്തിരിക്കാൻ പറ്റും. നല്ല ക്ലീൻലിനെസ്, ഇറ്റ് മസ്റ്റ് ബി ക്ലീൻ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ്. പിന്നെന്താ പറയണേ? ആരാ വർത്താനം പറയണേ? വർത്താനം പറയരുത് കേട്ടോ. മ്യൂട്ട് ചെയ്യാ. നോ. സ്റ്റാഫ് ഹു ആർ വർക്കിംഗ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? സ്റ്റാഫ് ഹു ആർ വർക്കിംഗ് in the OT department should be able to move from one clean area to the other without having to pass through unprotected areas. എളുപ്പം. എന്താ മനസ്സിലായി? എന്താ പറഞ്ഞ? സ്റ്റാഫ് അല്ലെ? ഓപ്പറേറ്റിംഗ്, ഒരു മിനിറ്റ്, 1 minute. ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ അവരെങ്ങനെയായിരിക്കണം? അവർക്ക് ഒരു ഭാഗത്തുനിന്ന് മറ്റേ ഭാഗത്തേക്ക് നീങ്ങുമ്പോ എന്തായിരിക്കണം? നല്ല സുരക്ഷിതത്വം കിട്ടിയിരിക്കണം അല്ലെ? മനസ്സിലായില്ലേ? ആ പോയിന്റ് മനസ്സിലായില്ലേ നിങ്ങക്ക്? രണ്ടാമത്തെ പോയിന്റ് സ്റ്റാഫ്. സ്ക്രീൻ കാണില്ലാന്നോ? ഏത് സ്ക്രീൻ? ഏത് സ്ക്രീന് ബാക്കിൽ സ്ക്രീനിങ് ഉണ്ടാവില്ലേ ചാപ്റ്ററിന്റെ? ചാപ്റ്റർ കാണാൻ പറ്റില്ല? ഇല്ല. കാണാൻ പറ്റണ്ടല്ലേ? എന്താന്ന് വെച്ചാൽ ആരോ ഷെയർ സ്ക്രീൻ കൊടുക്കുന്നുണ്ട്. ഷെയർ സ്ക്രീൻ ഓപ്ഷൻ. പ്ലീസ് ഓഫ് ദ സ്ക്രീൻ. എനിക്കിത് വന്നിട്ടില്ല, ഇതുവരെ വന്നില്ല. അതെ, സ്ക്രീൻ ഷെയർ ഓപ്ഷൻ കൊടുക്കണ്ടാവും. അതായിരിക്കും. ആരെങ്കിലും സ്ക്രീൻ ഷെയർ ഓപ്ഷൻ കൊടുക്കണ്ട, അത് ഓഫ് ചെയ്യാട്ടാ. സ്ക്രീൻ ഷെയർ ഓപ്ഷൻ കൊടുക്കണവര് അത് ഓഫ് ചെയ്യാം. അതുകൊണ്ടാണ് ചാപ്റ്റർ കാണാത്തത്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ആർക്കും കാണാൻ പറ്റുന്നില്ല? കാണുന്നുണ്ട്. ആരെങ്കിലും ഡോണ്ട് മേക്ക് നോയ്സ്. ശബ്ദം ഉണ്ടാക്കരുത്. നമുക്ക് ക്ലാസ് 1 മണിക്കൂറാണ്.
ശബ്ദം ഉണ്ടാക്കരുത്. അപ്പൊ ഞാൻ മിസ് പറഞ്ഞേക്കൂ. അതായത് ആരെങ്കിലും സ്ക്രീൻ ഷെയർ ഓപ്ഷൻ ചെയ്യുന്നുണ്ടോ? സ്ക്രീൻ ഷെയർ ഓപ്ഷൻ അത് മ്യൂട്ടാക്ക, അത് ഓഫ് ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് ഈ ഇത് കാണാത്തത്. ഏതാ ചാപ്റ്ററിന്റെ ഇത് കാണാത്തത്? ആരോ സ്ക്രീൻ ഷെയർ ഓപ്ഷൻ ചെയ്യുന്നുണ്ട്. ആ സ്ക്രീൻ ഷെയർ ഓപ്ഷൻ ചെയ്യണത് ഓഫ് ആക്കുക. അതോടെ ചാപ്റ്റർ ക്ലീൻ ആകും. ഇപ്പൊ കാണാൻ പറ്റണില്ലേ? കാണാൻ പറ്റണില്ലേ? ആ വീഡിയോ മ്യൂട്ട് അല്ല, ഓഡിയോ വീഡിയോ മ്യൂട്ട് ആക്കുക. സ്ക്രീൻ ഷെയർ ഓപ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഓഫ് ചെയ്യാം. അപ്പൊ ചാപ്റ്റർ ക്ലിയർ ആയിട്ട് കാണും. ആ കംപ്ലൈന്റ് പറഞ്ഞ ആൾക്ക് കാണാൻ പറ്റണ്ടേ? ഇപ്പൊ അഭിനന്ദയാണോ? ആരാ പറഞ്ഞേ? അഭിനന്ദായേ കാണാൻ പറ്റണ്ട? ലെഫ്റ്റ് ചെയ്ത് കേറി നോക്കൂ. ഇല്ല, ഇത് വന്നിട്ടില്ല. സ്ക്രീൻ ഷെയറിംഗ് ഓപ്ഷൻ ചെയ്യണ്ടോ അഭിനന്ദ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. ആ ലെഫ്റ്റ് ചെയ്തിട്ടൊന്ന് കയറി നോക്കൂന്ന്. ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി കയറി വെക്കാൻ പറയണ്ട്. ആയിക്കോട്ടെ. ഇപ്പഴും കാണാൻ പറ്റണ? ആ ഓക്കെ. ഇനി ആർക്കെങ്കിലും കാണാൻ പറ്റാത്തുണ്ടോ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? പാരഗ്രാഫ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. കാണാൻ പറ്റില്ല. യെസ് മാം. ആ കാണാൻ പറ്റണ്ടല്ലേ? യെസ് മാം. ഓക്കെ. ആ ഓക്കെ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞ? സ്റ്റാഫ് അല്ലേ? സ്റ്റാഫിന്റെ കാര്യം. സ്റ്റാഫ് എന്തായിരിക്കണം? സ്റ്റാഫ് OT തിയേറ്ററിലെ സ്റ്റാഫ് ഒരു ഭാഗത്തുനിന്ന് മറ്റു ഭാഗത്തേക്ക് പോകുമ്പോ എങ്ങനെയായിരിക്കണം? നല്ല സുരക്ഷിതത്വമുള്ള സ്ഥലമായിരിക്കണം അല്ലെ? ആ ഏരിയ മുഴുവൻ എല്ലാ സ്ഥലവും നല്ല പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം അല്ലെ? അൺപ്രൊട്ടക്റ്റഡ് ഏരിയാസ്, സുരക്ഷിതത്വം ഇല്ലാത്ത ഏരിയകളിൽ കൂടി സ്റ്റാഫുകൾ നടക്കാൻ പാടില്ല. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഏതാ പറയണേ? മൂന്നാമത്തെ പോയിന്റ്. സോയിൽഡ് മെറ്റീരിയൽസ് ആൻഡ് വേസ്റ്റ് ഹാവ് ടു ബി എലിമിനേറ്റഡ് ഫ്രം ദ ഓപ്പറേറ്റിംഗ് റൂംസ് വിത്തൗട്ട് പാസിംഗ് ത്രൂ ദ ക്ലീൻ ഏരിയാസ്. എന്താ പറയണേ? സോയിൽ എന്താ? മണ്ണ് അല്ലെ? മണൽ. സോയിൽഡ് മെറ്റീരിയൽസ് എന്തെങ്കിലും മണ്ണിന്റെ എന്തെങ്കിലും ഒരു തരികളോ മറ്റോ ഉണ്ടെങ്കിൽ, പൊടികളോ തരികളോ, തരികളോ മറ്റോ ഉണ്ടെങ്കിൽ, ആൻഡ് വേസ്റ്റ് വല്ലതിന്റെ അവശിഷ്ടങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ, have to be eliminated from the operating rooms without passing through clean areas. Without passing through clean. എന്താണ്? വൃത്തിയായ ഏരിയകൾ അല്ലെ? വൃത്തിയായ ഭാഗത്ത് കൂടി എലിമിനേറ്റ് ചെയ്യാൻ പാടില്ല. വേറെ ഏതെങ്കിലും ഭാഗത്ത് കൂടി വേണം വേസ്റ്റും സോയിലും മണൽ തരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവശിഷ്ടങ്ങളോ ചീത്ത അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് നല്ല ക്ലീൻ ഏരിയ, നല്ല വൃത്തിയായ ഏരിയ കൂടി മാറ്റാൻ പാടില്ല. അല്ല എളുപ്പം? അത് മനസ്സിലായില്ലേ? വേറെ ഏതെങ്കിലും ഭാഗത്ത് കൂടി മാറ്റണം അല്ലെ? ഒന്നുകൂടി നോക്കാം. സോയിൽഡ് മെറ്റീരിയൽസ് ആൻഡ് വേസ്റ്റ് ഹാവ് ടു ബി എലിമിനേറ്റഡ് ഫ്രം ദ ഓപ്പറേറ്റിംഗ് റൂംസ് വിത്തൗട്ട് പാസിംഗ് ത്രൂ ക്ലീൻ ഏരിയാസ് അല്ലെ? ക്ലീൻ ഏരിയാസിൽ കൂടി മാറ്റാൻ പാടില്ല. അതിന് വേറെ ഏതെങ്കിലും സംവിധാനം കണ്ടെത്തണം. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ. ഇനി ഏതാ പറഞ്ഞേ? OT ventilation should be free of the air movement of the rest of the hospital. Hence, the direction of airflow within the OT suite should be from cleaner to less clean areas. എന്താ പറയണ? OT വെന്റിലേഷൻ അല്ലെ? വെന്റിലേഷൻ എങ്ങനെയായിരിക്കണം? നല്ല വായു ഫ്രീ ഓഫ് ദ എയർ മൂവ്മെന്റ്, നല്ല ശുദ്ധവായു കടക്കാൻ അല്ലെ? ശുദ്ധവായു കടക്കാൻ പാകത്തിനായിരിക്കണം. ഫ്രീ ഓഫ് ദ എയർ മൂവ്മെന്റ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. OT ventilation should be free of the air movement of the rest of the hospital. ഇങ്ങനെയായിരിക്കണം ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെന്റിലേറ്ററുകൾ എങ്ങനെയായിരിക്കണം? നല്ല ശുദ്ധവായു കയറാൻ പാകത്തിന് അല്ലെ? നല്ല ഫ്രീ ഓഫ് എയർ, ശുദ്ധവായു ശ്വസിക്കാൻ പാകത്തിന് നല്ല സഞ്ചാരം ഉണ്ടായിരിക്കണം. ശുദ്ധവായു, ഫ്രീ ഓഫ് എയർ ഫ്ലോ ഉണ്ടായിരിക്കണം. പിന്നെന്താ പറയുന്നത്? ഡയറക്ഷൻ ഓഫ് എയർ ഫ്ലോ വിത്തിൻ ദ OT suite should be from cleaner to less clean areas. എന്താ? അതിനേക്കാളും നല്ല ക്ലീൻ ആയിരിക്കണം അല്ലെ? വളരെ ക്ലീൻ ആയിരിക്കണം. പിന്നെ എന്താ അഞ്ചാമത്തെ പോയിന്റ്? therefore all OT suite is designed on the concept of 4 zones. 4 സോണുകൾ അല്ലെ? OT zones എന്താ? എങ്ങനെയാണ് സോണിങ് ഉദ്ദേശിക്കുന്നത്? സോണിങ് എന്തിനാണ്?
മെയിൻറ്റെയിൻ സ്റ്റെറിലിറ്റി അല്ലെ, സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, പ്രോപ്പർ ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ ഓഫ് സ്റ്റോൺസ്. ഏതൊക്കെയാണ് 4 എണ്ണം? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ, ഡിസ്പോസൽ സോൺ അല്ലെ. മെയിൻറ്റെയിൻ OT സ്യൂട്ട് എന്തിനാ? ഹോൾ സോണിങ്, സോണിങ്ങിന് OT സ്യൂട്ട് എന്താ? മെയിൻറ്റെയിൻ സ്റ്റെറിലിറ്റി അല്ലെ, നല്ല വൃത്തി അതായിരിക്കണം, നല്ല ഇതൊക്കെ ഒരു കണ്ടാമിനേഷൻ പാടില്ല, രോഗത്തിന്റെ ഇൻഫെക്ഷൻ ഒന്നും വരാൻ പാടില്ല. അപ്പൊ 4 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഹോൾ OT സ്യൂട്ട് ഈസ് ഡിസൈൻ ഓൺ ദ കൺസെപ്റ്റ് ഓഫ് 4 സോൺസ്. ഏതൊക്കെയാ വരിക? ഒരു മിനിറ്റ്, ജസ്റ്റ് മിനിറ്റ്. പ്രൊട്ടക്റ്റീവ് സോൺ അല്ലെ, പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ, ഡിസ്പോസൽ സോൺ അല്ലെ. 4 zones are there. According to the concept of 4 zones, it is divided. The whole operation theatre suite is divided into 4. ഏതൊക്കെയാ വരിക? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ, ഡിസ്പോസൽ സോൺ. ഓക്കെ, അതൊക്കെ. ഇനി ഏതൊക്കെയാണത്? 4 എണ്ണം. പ്രൊട്ടക്റ്റീവ് സോൺ എന്തൊക്കെയാ വരിക? പ്രൊട്ടക്റ്റീവ് സോണിന്റെ കീഴിൽ എന്തൊക്കെയാ വരിക? പ്രൊട്ടക്റ്റീവ് സോണിന്റെ കീഴിൽ എന്തൊക്കെയാ വരിക? റിസപ്ഷൻ അല്ലെ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ് അല്ലെ, രോഗികളുടെ റിസപ്ഷനിലെ രോഗികളുടെ ബന്ധുക്കള് അവരെവിടെയാ വെയിറ്റ് ചെയ്യാ? റിസപ്ഷൻ അല്ലെ, വെയിറ്റിംഗ് ഏരിയയില്. അതെവിടെ വരും? പ്രൊട്ടക്റ്റീവ് സോണിന്റെ കീഴിലാ വരിക. ഓക്കെ. ചേഞ്ചിങ് റൂം അല്ലെ, എന്താ ഡ്രസ്സ് അങ്ങനെ എന്തെല്ലാം മാറാനല്ല, അതിനാണ് ചേഞ്ചിങ് റൂം. അതൊക്കെ ഇതിന്റെ കീഴിലാ വരിക? പ്രൊട്ടക്റ്റീവ് സോൺ അല്ലെ. ഇനി പ്രീ അനസ്തേഷ്യ എന്താ? അനസ്തേഷ്യക്ക് മുമ്പുള്ള സ്റ്റേജ് അല്ലെ, അനസ്തേഷ്യക്ക് മുമ്പുള്ള സ്റ്റേജ് എവിടെയാ വരിക? ഇതിന്റെ കീഴിലാ വരിക? പറയൂ, രാവിലെ തന്നെ. ഇതാരാ ഇത്? വീഡിയോ മ്യൂട്ടാക്കണ്ട്. സുനിത. അഭിനന്ദ ഓക്കെ ആണോ ഇപ്പൊ? അഭിനന്ദ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടാ? ഉണ്ട്. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ എന്താ ചെയ്യാ? പ്രീ അനസ്തേഷ്യ എന്താ? അനസ്തേഷ്യക്ക് മുമ്പുള്ള സ്റ്റേജ്. അത് ഏതിന്റെ കീഴിലാ വരിക? പ്രൊട്ടക്റ്റീവ് സോൺ. ഓക്കെ. ഇനി സ്റ്റോഴ്സ്, റെക്കോർഡ്. റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം അല്ലെ, സ്റ്റോറുകൾ, റെക്കോർഡൊക്കെ കീപ്പ് ചെയ്യണത്. അത് ഏതിന്റെ കീഴിലാ വരിക? പ്രൊട്ടക്റ്റീവ് സോൺ അല്ലെ. ഓട്ടോക്ലേവ് TSSU. ഓട്ടോക്ലേവ് TSSU എന്താ? TSSU. ഓക്കെ. തിയേറ്റർ TSSU എന്ന് പറഞ്ഞാൽ എന്താ? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. TSSU എന്ന് പറഞ്ഞാൽ എന്താ? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് ഈസ് വൈറ്റൽ ടു വർക്ക് ദ യൂണിറ്റ്. ദിസ് യൂണിറ്റ് എന്താ ചെയ്യണേ? ക്ലീൻസ്, സ്റ്റെറിലൈസേഴ്സ്, റീപ്ലേസേഴ്സ് ആൻഡ് റീസ്റ്റോക്സ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ. അപ്പൊ ഈ ഓട്ടോക്ലേവ് ഓട്ടോക്ലേവ് എന്താ? An autoclave is a machine that uses steam, ആവിയാണ് യൂസ് ചെയ്യണം. എന്തിനാ? To under pressure to kill harmful bacteria, viruses, fungi and spores on items. ഓക്കെ. അപ്പൊ മനസ്സിലായി? ഓട്ടോക്ലേവ് TSSU അത് ഏതിന്റെ കീഴിലാ വരിക? അതും പ്രൊട്ടക്റ്റീവ് സോണിന്റെ കീഴിലാ വരിക അല്ലെ. TSSU എന്ന് പറഞ്ഞാൽ മിസ് എന്താ പറഞ്ഞേ? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് അല്ലെ. അതെന്താണത്? ഇറ്റ് ഈസ് വൈറ്റൽ ടു വർക്ക് തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. ഈ യൂണിറ്റ് എന്താ ചെയ്യണേ? ക്ലീൻസ്, സ്റ്റെറിലൈസേഴ്സ്, റീപ്ലേസേഴ്സ് ആൻഡ് റീസ്റ്റോക്സ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഇൻ അവർ ഓപ്പറേറ്റിംഗ് തിയേറ്റേഴ്സ്. ഓക്കെ. ഇതാണ് ഓട്ടോക്ലേവ് TSSU. അത് ഏതിന്റെ കീഴിലാ വരിക? ഓട്ടോക്ലേവ് എന്താണ്? ഓട്ടോക്ലേവ് യൂസ് ചെയ്യുന്നത് ഈസ് എ മെഷീൻ. ഓട്ടോക്ലേവ് ഈസ് എ മെഷീൻ വിച്ച് ഈസ് യൂസ്ഡ് ടു കിൽ ദ ബാക്ടീരിയ using steam, ആവി. An autoclave is a machine that uses steam under pressure to kill harmful bacteria, viruses. അതിനൊക്കെ കൊല്ലാൻ യൂസ് ചെയ്യാനാണ് ഓട്ടോക്ലേവ് എന്ന മെഷീൻ. അതെവിടെയാ? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. ഇത് ഏതിന്റെ കീഴിലാ വരിക? പ്രൊട്ടക്റ്റീവ് സോൺ. ട്രോളി ബേ എന്ന് പറഞ്ഞാൽ എന്താ? ട്രോളി, നമ്മളെല്ലാരും ട്രോളി കാണാറുണ്ട് അല്ലെ. A recessed bay to provide supervised holding of resistant trolley and equipment. The bay should be located close to a staff station and under staff supervision. The bay should not impede courier access. എന്താ ട്രോളി ബേ എന്ന് പറഞ്ഞാൽ? ട്രോളി നമുക്കെല്ലാം അറിയാം അല്ലെ, നമ്മളൊക്കെ സാധനങ്ങൾ വെക്കണം.
സ്റ്റാഫ്, തിയേറ്ററിലെ സ്റ്റാഫിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവുന്ന സാധനമാണ് എന്താ, ട്രോളി ബേ അല്ലെ. റെസിസ്റ്റേഷൻ ട്രോളി ആൻഡ് എക്യുപ്മെന്റ്. ട്രോളി എന്താ, റെസിസ്റ്റേഷൻ ട്രോളി, അതായത് എക്യുപ്മെന്റ്സ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ്. പിന്നെ സ്റ്റാഫിന്റെ തൊട്ടടുത്ത് സ്റ്റാഫിന്റെ ഒബ്സർവേഷന്റെ കീഴിലായിരിക്കും എന്ത്, ട്രോളി ബേ. അതിനകത്ത് അത് സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്തേക്കണായിരിക്കും. ഓക്കെ, അതെന്തിന്റെ കീഴിലാണ് വരിക, ട്രോളി ബേ. അതും എന്തിന്റെ, പ്രൊട്ടക്റ്റീവ് സോൺ അല്ലെ. കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി, അത് ഏതിന്റെ കീഴിലാണ് വരിക, അതും പ്രൊട്ടക്റ്റീവ് സോൺ. ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന്, പ്രൊട്ടക്റ്റീവ് സോണിന്റെ കീഴിൽ വരും. ഓക്കെ, പിന്നെ അടുത്ത് എന്താ വരിക, ക്ലീൻ സോൺ അല്ലെ. പ്രൊട്ടക്റ്റീവ് സോൺ കഴിഞ്ഞാൽ പിന്നെന്താ പറഞ്ഞേക്കണേ, ക്ലീൻ സോൺ. ക്ലീൻ സോണിൽ എന്താ, പ്രീ ഓപ്പറേറ്റിംഗ് റൂം അല്ലെ. പ്രീ ഓപ്പറേറ്റിംഗ് റൂമിന് മുമ്പ് ഉള്ള രോഗിയുടെ വാർഡ്, അതിന് അതായത് രോഗി ഇരിക്കുന്ന പ്രീ ഓപ്പറേറ്റിംഗ് റൂം, അതിനെന്താ പറയാ, അതും ക്ലീൻ സോണിന്റെ കീഴിലാണ് വരിക. ഓക്കെ, പിന്നെ വരുന്നതാണ് റിക്കവറി റൂം. റിക്കവറി റൂം എന്താ, സർജറി കഴിഞ്ഞിട്ട് ആഫ്റ്റർ സർജറി യു വിൽ ബി മൂവ്ഡ് ടു എ റിക്കവറി റൂം വിച്ച് ഈസ് നിയർ ദ ഓപ്പറേറ്റിംഗ് റൂം അല്ലെ. ഓപ്പറേറ്റിംഗ് റിക്കവറി റൂം എന്താ, സർജറിക്ക് ശേഷം നിങ്ങളെ മാറ്റണേനാണ് എന്തുവാ, റൂമിലേക്ക്, ഏത് റൂമിലേക്കാണോ മാറ്റണ അതിനാണ് നമ്മൾ എന്താ പറയാ, റിക്കവറി റൂം. അത് ഏതിന്റെ കീഴിലാണ് വരിക, ക്ലീൻ സോൺ. ഓക്കെ, പിന്നെ വരുന്നത് എന്താ, പ്ലാസ്റ്റർ റൂം. പ്ലാസ്റ്റർ റൂം എവിടെയാ വരിക, അതും ക്ലീൻ സോണിന്റെ കീഴിൽ. പ്ലാസ്റ്റർ റൂം എന്ന് പറഞ്ഞാൽ എന്താ, പ്ലാസ്റ്റർ റൂം വർക്ക്സ് വിത്ത് ഓർത്തോപീഡിയക് ട്രീറ്റ്മെന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡിംഗ് സ്പെഷ്യലിസ്റ്റ് ട്രീറ്റ്മെന്റ് ഫോർ ക്രോണിക് പെയിൻ കണ്ടീഷൻ ആസ് വെൽ ആസ് സ്റ്റെബിലൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് അക്യൂട്ട് ട്രോമ ഇഞ്ചറീസ്. എന്താ പറഞ്ഞ, പ്ലാസ്റ്റർ റൂം. പ്ലാസ്റ്റർ റൂം എന്താ, സ്റ്റെബിലൈസേഷൻ, എന്തെങ്കിലും ട്രോമ അല്ലെ, ട്രോമ അതായത് ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുമ്പോൾ എന്തെങ്കിലും ഇഞ്ചുറി, അപകടം പറ്റിയിട്ട് ട്രോമയിലേക്ക് പോയതിനെ തിരിച്ചുകൊണ്ട് സ്റ്റെബിലൈസേഷൻ. ഓക്കെ, അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം എവിടെയാ, പ്ലാസ്റ്റർ റൂം. ഓക്കെ, അത് പ്ലാസ്റ്റർ റൂമിലാണ് നടക്കുക. സ്റ്റാഫ് റൂം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റാഫുകളുടെ, അതെ, അത് ഏതിന്റെ കീഴിലാണ് വരിക, ക്ലീൻ സോൺ. ഈസ്തെറ്റിക് സ്റ്റോർ റൂം. ഈസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്യാൻ അല്ലെ, എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യണതിന് നമ്മള് ഈസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയാം. ഈസ്തെറ്റിക് സ്റ്റോർ റൂം ഈസ് എ സ്റ്റോറേജ് റൂം ഇൻ എ ക്ലീൻ സോൺ. എ സ്റ്റോറേജ് റൂം ഇൻ എ ക്ലീൻ സോൺ, അതെവിടെ വരിക, ക്ലീൻ സോണിൽ അല്ലെ. പിന്നെ അടുത്ത് വരുന്നതാണ് എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം ഓട്ടോ പ്രൊസസർ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്റേ യൂണിറ്റ്. ദിസ് exposed film is removed from the cassette in a safely lighted dark room and placed in stainless steel processing frame. It is then immersed in a tank developer which completes the reduction of exposed grains of silver halide and makes the image visible. The exposed film, X-ray unit, അല്ലെങ്കിൽ dark room auto processor എന്ന് പറഞ്ഞാൽ നമ്മള് ഫിലിം എക്സ്പോസ്ഡ് ഫിലിം ഈസ് റിമൂവ് ഫ്രം ദ കാസറ്റ്. ആ ഫിലിം കാസറ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഇറ്റ് ഈസ് സേഫ്ലി ലൈറ്റഡ് ഇൻ എ ഡാർക്ക് റൂം ആൻഡ് പ്ലേസ്ഡ് ഇൻ എ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രോസസിംഗ് ഫ്രെയിം. അതെവിടെയാ ചെയ്യണേ, കാസറ്റിൽ നിന്ന് ഫിലിം റിമൂവ് ചെയ്തിട്ട് അത് ഫ്രെയിം ചെയ്യും. ഫ്രെയിം ചെയ്യണത് എവിടെയാ, നമ്മള് എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം ഓട്ടോ പ്രൊസസർ, അവിടെയാണ് ചെയ്യാം. അത് എന്തിന്റെ കീഴിലാ വരിക, അതും ക്ലീൻ സോണിന്റെ കീഴിലാ വരിക. ഓക്കെ, പിന്നെ മൂന്നാമത്തേതാ, സ്റ്റെറൈൽ ഓർ അസെപ്റ്റിക് സോൺ. ഓപ്പറേറ്റിംഗ് റൂം. ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർ. സ്ക്രബ് റൂം എന്താണ്, സ്ക്രബ് റൂം, പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് അല്ലെ. They serve as the scrub station for surgeons and other OR staff to scrub their hands and arms before a surgical or invasive procedure. അല്ലെ, സ്ക്രബ് റൂം പറഞ്ഞ സ്ക്രബ് എന്താ, പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്. ഒരു മിനിറ്റ്, പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് അല്ലെ, നമുക്ക് ഹാൻഡ് സാനിറ്റൈസ് ചെയ്യാനൊക്കെ. സ്ക്രബ് റൂം എന്താ, സ്റ്റാഫിനും, ഓപ്പറേഷൻ തിയേറ്റർ സ്റ്റാഫിനും സർജൻസ് അവർക്കെല്ലാം ഹാൻഡ്സ് സ്ക്രബ് ദെയർ ഹാൻഡ്സ് ബിഫോർ എ സർജിക്കൽ ഓർ അവരുടെ കൈയൊക്കെ നല്ല വൃത്തിയാക്കണം സർജറിക്ക് മുമ്പ്. അതെവിടെയാ ചെയ്യുക, സ്ക്രബ് റൂം. ആദ്യ ഓപ്പറേഷൻ റൂമിൽ സ്റ്റാഫിന്റെയും
സർജൻസിന്റെ ഒക്കെ കൈ സാനിറ്റൈസ് ചെയ്ത് നല്ല ബെസ്റ്റ് ആക്കണം. എവിടെ വെച്ചാ സ്ക്രബ് റൂമിൽ. ഓക്കെ, അനസ്തേഷ്യ ഇൻജക്ഷൻ റൂം. അടുത്താണ് അത് ഏതിന്റെ കീഴിലാണ് വരിക? സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ. ഇനി അടുത്ത് അനസ്തേഷ്യ ഇൻജക്ഷൻ റൂം എന്ന് എന്താ? ഫോർ മോസ്റ്റ് പ്രൊസീജിയേഴ്സ് അനസ്തേഷ്യ ഇസ് ഗിവൺ ഇൻ ദ ഇൻജക്ഷൻ റൂം ലൊക്കേറ്റഡ് നെക്സ്റ്റ് ടു ദ ഓപ്പറേറ്റീവ് റൂം. എല്ലാ സർജിക്കൽ സർജറി പ്രൊസീജിയറിലും അനസ്തേഷ്യ എവിടെ വെച്ചാ കൊടുക്കുക? ഓപ്പറേഷൻ റൂമിന്റെ തൊട്ടടുത്തൊരു മുറി ഉണ്ടാവും, അവിടെ വെച്ചാണ് അനസ്തേഷ്യ കൊടുക്കുക. ഓക്കെ, ഇൻഡക്ഷൻ. ഇനി എന്താണ് ഇൻഡക്ഷൻ? ഇൻഡക്ഷൻ ഈസ് ദ സ്റ്റാർട്ട് ഓഫ് അനസ്തേഷ്യ. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അനസ്തേഷ്യയുടെ ബിഗിനിങ് അല്ലെ, മറക്കരുത്. വാട്ട് ഈസ് ഇൻഡക്ഷൻ? ഇൻഡക്ഷൻ ഈസ് ദ സ്റ്റാർട്ടിങ് ഓഫ് അനസ്തേഷ്യ. എവിടെയാണ് അനസ്തേഷ്യ റൂം? അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം എപ്പോഴും സർജറി ഓപ്പറേഷൻ റൂമിന്റെ തൊട്ടടുത്തൊരു റൂം ഉണ്ടാവും, അതാണ് അനസ്തേഷ്യ കൊടുക്കാനുള്ള റൂം അല്ലെ. ഇനി എന്താണ് ഇൻഡക്ഷൻ? ഇൻഡക്ഷൻ ഇസ് ദ ബിഗിനിങ് അല്ലെ, ബിഗിനിങ് പ്രോസസ് ഓഫ് അനസ്തേഷ്യ. അല്ലെങ്കിൽ ഇൻഡക്ഷൻ ഇസ് ദ സ്റ്റാർട്ടിങ് ഓഫ് അനസ്തേഷ്യ. ഇൻഡക്ഷൻ ഇസ് ദ സ്റ്റാർട്ട് ഓഫ് അനസ്തേഷ്യ ആൻഡ് യൂഷ്വലി ടേക്സ് ലെസ് ദാൻ 5 minutes. എന്താ? ഒരു 5 minute എടുക്കുള്ളൂ അല്ലെ. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ ഇസ് ദ സ്റ്റാർട്ട് ഓഫ് അനസ്തേഷ്യ ആൻഡ് ഇറ്റ് വിൽ ഓൺലി ടേക്ക് ലെസ് ദാൻ 5 minutes. രോഗി അപ്പോഴേക്കും അനസ്തേഷ്യയിലേക്ക് പോയിട്ടുണ്ടാവും. ഒരു 5 minute, 5 minute കുറവേ എടുക്കുള്ളൂ അല്ലെ. ഇൻഡക്ഷൻ അപ്പൊ എന്താ മറക്കരുത്? ഇൻഡക്ഷൻ ഈസ് ദ സ്റ്റാർട്ട് ഓഫ് അനസ്തേഷ്യ ആൻഡ് ഇറ്റ് വിൽ ടേക്ക് ഓൺലി ലെസ് ദാൻ 5 minutes. അത് അപ്പോഴത്തേക്കും രോഗി അനസ്തേഷ്യയിലേക്ക് പോയിട്ടുണ്ടാവും, അത്ര നേരം എടുക്കുള്ളൂ. ഓക്കെ, ഇനി ഏതാ വരുന്നത്? ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ. ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് അല്ലെ, പേര് തന്നെ അറിയാം. എന്താണ്? ഫാസ്റ്റ്. ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാസ്റ്റ്. ഫാസ്റ്റ് ആയിട്ട് ഇൻസ്ട്രുമെന്റ് അല്ലെ, നല്ല സ്റ്റെറിലൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് അത് എവിടെ വരിക? ഏതിന്റെ കീഴിലാണ് വരിക? സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ അല്ലെ. അതെന്താ നോക്കാം, എന്താണ് ഇതിന്റെ ലക്ഷ്യം? എന്താണ്? The goal of instrument sterilization is to provide sterile instruments chairside. എന്താണ്? എന്താണ് ഇൻസ്റ്റന്റ്? ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വിക്ക്ലി അല്ലെ, ഫാസ്റ്റ്ലി ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസ് ചെയ്യാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താ? വളരെ പെട്ടെന്ന് മെഡിക്കൽ ഉപകരണങ്ങൾ അല്ലെ, സർജറിക്ക് ആവശ്യമായ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സ് എല്ലാം നല്ല സ്റ്റെറിലൈസ് ചെയ്ത് തൊട്ടടുത്ത് കിട്ടുക അല്ലെ, തൊട്ടടുത്ത് കിട്ടുക. സർജന്റെ, നഴ്സിനെ, എല്ലാവരുടെയും ഓപ്പറേഷൻ റൂമിലുള്ളവരുടെ. അതിനാണ് എന്ത് നമ്മൾ പറയാ? ഒന്ന് പറയൂ, എന്തെങ്കിലും പറയൂ. ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ അല്ലെ. ഓക്കെ, ഈ ചാപ്റ്റർ എത്രയാണെന്ന് പറയാവോ? ചാപ്റ്റർ 4 ഓപ്പറേഷൻ. ഇന്നലെ ഉണ്ടായില്ല ദിവ്യചന്ദ്രൻ? ഇല്ല മാഡം, ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ അല്ലേ? മ്യൂട്ട് ചെയ്യാം. സൗണ്ട് ഉണ്ടാക്കരുത്. ഒരാള് മ്യൂട്ട് ചെയ്യാണ്ടിരുന്നാൽ ആദ്യം കേൾക്കാൻ പറ്റിയ റെക്കോർഡ് ക്ലാസ് വരെ കൊള്ളാവും കേട്ടോ. അതിന് എല്ലാരും മ്യൂട്ട് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ? പേരിൽ നിന്ന് തന്നെ കിട്ടി അല്ലെ. സ്റ്റെറിലൈസ് ചെയ്യുക മെഡിക്കൽ എക്യുപ്മെന്റ്സ് വളരെ പെട്ടെന്ന്, വളരെ ഫാസ്റ്റ് അല്ലെ. സർജറി ഇന്ന സമയത്ത് നടക്കുമ്പോ അതിനു മുമ്പ് എന്താ? ഇൻസ്ട്രുമെന്റ്സ് മുഴുവൻ സ്റ്റെറിലൈസ് ചെയ്ത് തൊട്ടടുത്ത് കിട്ടണം. ഓക്കെ, ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ, അതിനാണ് എന്ത് പറയാ? ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, അതൊക്കെ എന്തിനാണ്? ടു അച്ചീവ് സക്സസ് അല്ലെ, വിജയം കൈവരിക്കുക. ഓക്കെ, പിന്നെ എന്താ പറയണേ? ഒരു മിനിറ്റ്, ജസ്റ്റ് മിനിറ്റ്. അത് ഏതിലാ വരിക? സ്റ്റെറൈൽ അസെപ്റ്റിക് സ്റ്റോൺ. സ്റ്റെറൈൽ അസെപ്റ്റിക് സ്റ്റോൺ. പിന്നെ ഏതാ? ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. പിന്നെ ഏതാ പറഞ്ഞേ? ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. അതെന്താണ്? അത് എവിടെ വരിക? സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ അല്ലെ. ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? പേര് തന്നെ ഉണ്ട് അല്ലെ. ഇൻസ്ട്രുമെന്റ് ട്രോളീസ്, ഓൾസോ നോൺ ആസ് മെഡിസിൻ ട്രോളീസ്, ആർ കോമൺലി യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ട്രാൻസ്പോർട്ട് മെഡിക്കേഷൻ ആൻഡ് സർജിക്കൽ എക്യുപ്മെന്റ് അല്ലെ. എന്തിനാണ് അത് യൂസ് ചെയ്യണേ? ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. പേരിൽ തന്നെ മനസ്സിലായി എന്താണ്? അതൊരു ട്രോളി തന്നെയാണ്. എന്ത് ഇൻസ്ട്രുമെന്റ്? സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, മെഡിസിൻസ്, മരുന്നുകളെല്ലാം OT കൊണ്ടുവരാനായിട്ട്
ട്രാൻസ്പോർട്ട് അല്ലെ, കൊണ്ടുവരാനും കൊണ്ടുപോകാനും യൂസ് ചെയ്യണതിനാണ് എന്ത് പറയാ, ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. ഇൻസ്ട്രുമെന്റ് ട്രോളീസ് ഓൾസോ നോൺ ആസ് മെഡിസിൻ ട്രോളീസ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ട്രാൻസ്പോർട്ട് മെഡിക്കേഷൻ ആൻഡ് സർജിക്കൽ എക്യുപ്മെന്റ്സ്. ഓക്കെ, അപ്പൊ അതാണ് അതെവിടെ വരിക, സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിൽ. ഇനി ഏതാ വരിക, ഡിസ്പോസൽ സോൺ. 4ാമത്തെ സോണായ ഡിസ്പോസൽ സോൺ. അതിനകത്ത് എന്തൊക്കെയാ വരുന്നത്, ഡിസ്പോസൽ സോണിൽ ഏതൊക്കെയാ വരുന്നത്, ഡർട്ടി വാഷപ്പ് റൂം അല്ലെ, ഡിസ്പോസൽ കോറിഡോർ, പിന്നെന്താ ജാനിറ്റാർ ക്ലോസറ്റ്. ഓക്കെ, 3 കാര്യങ്ങളാണ് വരുന്നത്. ഏതൊക്കെയാ വരിക, അതെവിടെയാ വരിക, ഡർട്ടി വാഷപ്പ് റൂം, ഡിസ്പോസൽ കോറിഡോർ, ജാനിറ്റാർ ക്ലോസറ്റ്. ഇത് 3 എവിടെയാ വരിക, 4ാമത്തെ സോണായ ഡിസ്പോസൽ സോൺ. അതെന്താണെന്ന് നോക്കാം നമുക്ക്. അത് ഡർട്ടി വാഷ്റൂം ഇൻ എ ഡിസ്പോസൽ സോൺ അതെന്താ നോക്കാം. എ ഡർട്ടി സോയിൽ യൂട്ടിലിറ്റി റൂം ഈസ് എ കോഡ് defined type of room in healthcare hospital use. It is safe to say all water used in those rooms would be considered process use concept. അപ്പൊ എന്താ, ഡർട്ടി വാഷപ്പ് റൂം എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ എല്ലാ അല്ലെ ഏത് ഹോസ്പിറ്റലില് എപ്പോഴും ഉണ്ടാവണം, ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഡർട്ടി വാഷപ്പ് റൂം. അവിടെ എല്ലാ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യണ എല്ലാ വെള്ളവും അല്ലെ, എല്ലാ വെള്ളം കൺസ്യൂം ചെയ്യുന്ന യൂസ് ചെയ്യണതും കൺസ്യൂം ചെയ്യണതും ഒക്കെ ഒരു ആ പ്രോസസ് കൺസിഡർ ചെയ്യുന്ന സ്ഥലത്തിനാണ് എന്ത് പറയാ, ഡർട്ടി വാഷപ്പ് റൂം. ഓക്കെ, അതെവിടെയാ വരിക, ഡിസ്പോസൽ സോണിൽ തന്നെയാ വരിക. ഓക്കെ, പിന്നെ ഡിസ്പോസൽ കോറിഡോർ അതെവിടെയാ വരിക, അതും ഡിസ്പോസൽ സോണിൽ അല്ലെ. ഡിസ്പോസൽ കോറിഡോർ എന്ന് പറഞ്ഞാൽ എന്താ, ദിസ് കോറിഡോർ വിൽ റൺ ബിഹൈൻഡ് ദ OT റൂംസ് ആൻഡ് വിൽ ഹാവ് എ കോമൺ എൻട്രി ആൻഡ് എക്സിറ്റ്. ഡിസ്പോസൽ കോറിഡോർ എന്ന് പറഞ്ഞാൽ എന്താ, അതെവിടെയാ വരിക, ആദ്യം ആ ഡിസ്പോസൽ സോൺ അല്ലെ, 4ാമത്തെ സോണായ ഡിസ്പോസൽ സോണിലാ വരിക. എന്താ അതിന്റെ ഡെഫിനിഷൻ, ദിസ് കോറിഡോർ വിൽ റൺ ബിഹൈൻഡ് ദ OT റൂംസ്. എവിടെയാ, ഓപ്പറേഷൻ തിയേറ്റർ റൂംസിന്റെ പുറകിൽ കൂടിയാണ് എന്ത് പോണ, ഡിസ്പോസൽ കോറിഡോർ പോകുന്നത്. ആൻഡ് വിൽ ഹാവ് കോമൺ എൻട്രി ആൻഡ് എക്സിറ്റ്. ഒരു എൻട്രി കോമൺ എൻട്രി ആൻഡ് എക്സിറ്റും, ഒരു എൻട്രിയും എക്സിറ്റും ഉണ്ടായിരിക്കും, കോമൺ ആയിട്ടുള്ള ഒരു എൻട്രി എക്സിറ്റും ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അതെവിടെയാ വരിക, ഡിസ്പോസൽ സോണിൽ അല്ലെ. ഇനി അടുത്താണ് ജാനിറ്റാർ ക്ലോസറ്റ്. അതെന്താ പറയുന്നത്, ജാനിറ്റാർ ക്ലോസറ്റ് or custodial closet is the heart of janitorial services. The janitors is a storage area where all the cleaning essentials and supplies are. Without them, there would be no cleaning service at all. Keeping a janitor's post well stocked key is to the maintaining a clean, spotless place. എന്താണ് ജാനിറ്റാർ എന്ന് പറഞ്ഞാൽ എന്താ, ജാനിറ്റാർ എല്ലാം വൃത്തിയാക്കണ സാധനങ്ങൾ അല്ലെ. ജാനിറ്റാർ സ്റ്റോറേജ് ഏരിയസ് where all the cleaning essentials and supplies are. Without them, there would be no cleaning. എല്ലാ ക്ലീനിങ് സർവീസസിന്റെയും ഏരിയ ഇവിടെ ജാനിറ്റാർ ക്ലോസറ്റിലാണ് അല്ലെ. Keeping a janitor closet well stocked is key to the maintaining a clean, spotless place. ജാനിറ്റാർ ക്ലോസറ്റ് അത് എവിടെ വരിക, അതാണ് വൃത്തിയാക്കണ ആ ഓപ്പറേഷൻ റൂമിന്റെ എല്ലാ വൃത്തിയാവണ ക്ലീനിങ് സർവീസസിന്റെ മെയിൻ ഈ ഒരു സാധനം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, ജാനിറ്റാർ ക്ലോസറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പറയാം മിസ്, ജാനിറ്റാർ ക്ലോസറ്റ് ഈസ് ദ കസ്റ്റോഡിയൻ or a janitor closet or custodial closet is the heart of janitorial services. The janitor storage area is where all the cleaning essential and supplies are. Without them, ഈ ജാനിറ്റർ ക്ലോസറ്റ് ഇല്ലെങ്കിൽ എന്താണ്, ഒരു ക്ലീനിങ് സർവീസും നടക്കൂല. ഓക്കെ, കീപ്പിംഗ് എ ജാനിറ്റർ ക്ലോസ്ഡ് വെൽ and closet well and stocked. Keeping a janitor closet well stocked is key to maintaining a clean, spotless place. നല്ലൊരു ശുചിയായ സ്ഥലം ഓപ്പറേറ്റിംഗ് റൂമിന്റെ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണം, ജാനിറ്റർ ക്ലോസറ്റ് നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ പഠിച്ചു നമ്മള്, എന്തോ ജാനിറ്റർ അത് റൂമാണോ, അത് ജാനിറ്റർ എന്ന് പറയുന്നത് എന്താ സംഭവം, അത് ക്ലീൻ ചെയ്യുന്ന
തുണികള് അങ്ങനത്തെ ഉള്ള സാധനങ്ങളാണോ അതെന്താ ജാനിറ്റർ ക്ലോസറ്റ്, അതായത് ക്ലീനിങ് സർവീസസ്. നമുക്ക് ഓപ്പറേഷൻ റൂമിന്റെ OT സോണിലെ ക്ലീനിങ് സർവീസസ്, എല്ലാ ക്ലീനിങ് സർവീസസും നടക്കണമെങ്കിൽ വിത്തൗട്ട് ദം there would be no cleaning service at all. Okay, ക്ലീനിങ് സർവീസസിന്റെ ഹെഡ് അല്ലെ, ശുചിയാക്കുന്നതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ജാനിറ്റർ ക്ലോസറ്റ് ആണ്. അല്ലെങ്കിൽ ജാനിറ്റർ ക്ലോസറ്റ്, കസ്റ്റോഡിയൽ ക്ലോസറ്റ് ഇസ് ദ ഹാർട്ട്. അത് തന്നെയാണ് ഹൃദയം. അതിന്റെ എല്ലാം വൃത്തിയാക്കണം. അതിന്റെ എല്ലാ എസെൻഷ്യൽ വൃത്തിയാക്കണം. അതാണ് ജാനിറ്റർ ക്ലോസറ്റ്. ഓക്കെ, അത് എവിടെയാ വരിക? ഡിസ്പോസൽ സോണില്. ഓക്കെ, 4 സോണുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? മാം ഇപ്പൊ ഒരു ഉദാഹരണം പറയണെങ്കിൽ, ഇപ്പൊ നമ്മളെ വീട്ടിൽ അടുക്കളയില് പാത്രം കഴുകാൻ മാത്രം ഒരു അങ്ങനെ വെക്കില്ലേ, അതുപോലെയുള്ള സംഭവം ആണോ? അതായത് ഈ ഓപ്പറേഷന്റെ എല്ലാം കഴിഞ്ഞിട്ട് കഴുകുന്ന അവിടെ മാത്രം പറയുന്ന ആ ഒരു ഏരിയ ആണോ? അല്ല, അതല്ല. എല്ലാം ശുചിയാക്കണം, എല്ലാം വൃത്തിയാക്കണതിന്റെ കാര്യങ്ങൾ ജാനിറ്റർ ക്ലോസറ്റ് എന്നാല് എല്ലാം വൃത്തിയാക്കണം. അതായത് കസ്റ്റോഡി, ഇത് ഒരു എല്ലാ എസെൻഷ്യൽ ആയിട്ടുള്ള ഈ വൃത്തിയാവണതിന്റെ എല്ലാ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങള് ജാനിറ്റർ ക്ലോസറ്റ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അത് എസെൻഷ്യൽ ആണ്. എല്ലാ ശുചിയാവണ കാര്യങ്ങളും ക്ലീനിങ് സർവീസസിന്റെ എല്ലാം കേന്ദ്രം ഏതാ? ജാനിറ്റർ ക്ലോസറ്റ്. അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ജാനിറ്റർ ക്ലോസറ്റ് ഓർ എ കസ്റ്റോഡിയൽ ക്ലോസറ്റ് ഈസ് ദ ഹേർട്ട് ഓഫ് ഓൾ ക്ലീനിങ് സർവീസസ്. അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ അത് എവിടെയാ വന്നേന്ന് വെച്ചാല് ഡിസ്പോസൽ സോണിലാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ, അപ്പൊ 4 സോൺ ഏതൊക്കെയാ നമ്മൾ പഠിച്ചേ? 4 സോൺ: പ്രൊട്ടക്റ്റീവ്, ക്ലീന്, സ്റ്റെറൈല് ആൻഡ് ഡിസ്പോസൽ അല്ലേ? ഓക്കെ, പിന്നെ എന്താ പഠിച്ചേ? യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ OT. ചില ഓപ്പറേഷൻ തിയേറ്ററിൽ ചില ഡെഫിഷ്യൻസി ഇല്ലായ്മ അല്ലെ, ഒന്നുമില്ലാത്ത ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ലാത്ത. ഈ ജനറൽ പ്രിൻസിപ്പിൾ തൊട്ട് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരാമോ? എവിടെ തൊട്ടാ? ജനറൽ പ്രിൻസിപ്പിൾ തൊട്ട് ഒന്ന് പറഞ്ഞു തരാമോ? ജനറൽ പ്രിൻസിപ്പിൾ. ഓക്കെ, ഇതും കൂടി ഈ 2 പാരഗ്രാഫിന് കഴിഞ്ഞിട്ട് പോരെ? ഈ 2 പാരഗ്രാഫിന് കഴിഞ്ഞിട്ട് മതിയാ? ഓക്കെ, ഈ 2 പാരഗ്രാഫിന് കഴിഞ്ഞിട്ട്. ഓക്കെ ഓക്കെ, ഇനി അടുത്ത് നോക്കാം. എളുപ്പമാണ്. ചില ഓപ്പറേഷൻ തിയേറ്ററിൽ ചില കുറവുകൾ ഉണ്ടാവും. എന്താണെന്ന് നോക്കാം. ഏതൊക്കെയാ കുറവ്? നോ റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ ഏരിയ ഉണ്ടാവില്ല. പിന്നെ നോ സെപ്പറേറ്റ് റൂംസ് ഫോർ സർജൻസ്, അനസ്തോളജിസ്റ്റ്, ജൂനിയർ ഡോക്ടർ, OT അറ്റൻഡൻസ് അല്ലെ? ഏതൊക്കെയാണ് യൂഷ്വൽ ഡെഫിഷ്യൻ? ചില OT-കളില് ചില സാധനങ്ങൾ ഉണ്ടാവില്ല. ഏതൊക്കെയാണ്? നോ സെപ്പറേറ്റ് റൂം, സർജന്, അനസ്തോളജിസ്റ്റിന്, ജൂനിയർ ഡോക്ടർ, OT അറ്റൻഡൻസ്, ഇവർക്കൊന്നും സെപ്പറേറ്റ് റൂം ഉണ്ടാവില്ല. ഇനി നോട്ട് ഇനഫ് നമ്പർ ഓഫ് ചേഞ്ച് റൂംസ് ഓഫ് ഡിഫറെന്റ് ക്ലാസ് ഓഫ് പീപ്പിൾ. ആളുകൾക്ക് മാറാനായിട്ടുള്ള റൂം ഉണ്ടാവില്ല. അത് ചില OT-കളുടെ ഡെഫിഷ്യൻസിയാണ് ഈ പറയണേ. ഓക്കെ, പിന്നെ ഇൻഅപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഡോർസ്. എന്താണ്? ഡോർ, വാതിലുകളൊന്നും മര്യാദയ്ക്ക് ധാരാളം ഉണ്ടാവില്ല. പിന്നെ ലാക്ക് ഓഫ് ലാമിനാർ ഫ്ലോ ആൻഡ് മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ച് സിസ്റ്റം. ലാക്ക് ഓഫ് ലാമിനാർ ഫ്ലോ. എന്താ ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാല്? അല്ലെ, ബ്ലഡ് ഫ്ലോ. ലാക്ക് ഓഫ് ലാമിനാർ ഫ്ലോ, ബ്ലഡ് ഫ്ലോ തടയണം. ലാമിനാർ ഫ്ലോ occurs when the flow is the slowest near the vessel wall. Okay, ബ്ലഡ്, അതായത് when the flow is slowest near the vessel wall and fastest in the center of the blood vessel. ലാമിനാർ ഫ്ലോ അതായത് ബ്ലഡിന്റെ രക്തയോട്ടം കുറവായിരിക്കും അങ്ങനെയുള്ള ഇതിനകത്ത് കയറുമ്പോ. ലാക്ക് ഓഫ് ലാമിനാർ ഫ്ലോ ആൻഡ് മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ച് സിസ്റ്റംസ് ഇൻ OT. പിന്നത്തെ എന്താ? ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് OT പ്രോട്ടോകോൾ. ചില ഓപ്പറേഷൻ തിയേറ്ററിൽ എല്ലാം വേണ്ട കാര്യങ്ങൾ ഉണ്ടാവില്ല. എന്തൊക്കെയാ വേണ്ടേ? പ്രോപ്പർ ലൈറ്റിനിങ്, ഗുഡ് വെന്റിലേഷൻ, ഇതൊന്നും ഉണ്ടാവാത്ത ചിലതുണ്ടാവും ചില OT-കൾ. പിന്നെന്താ? വെയിറ്റിംഗ് ഏരിയ, അതുണ്ടാവില്ല. റിക്കവറി, നോട്ട് വെൽ എക്വിപ്ഡ്, ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ്. ഓക്കെ, ചില അതിപ്പോ മിസ് പറഞ്ഞത് എന്താ മാം പറഞ്ഞേ? ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞില്ലേ, അതൊന്നും കൂടി ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാല്
type of fluid or flow in which the fluid travels smoothly in regular paths. എന്ന് പറഞ്ഞാല് blood flow, laminar flow occurs when the flow is slowest near the vessel wall, where there is more friction, and faster descent where there is less friction. അതായത് ഫ്ലൂയിഡിന്റെ ഫ്ലോ, അതായത് വെള്ളം, ലിക്വിഡ് ഫ്ലോ വളരെ ലെസ് ആയിരിക്കും. ലിക്വിഡിന്റെ ഫ്ലോ, ബ്ലഡ് ഫ്ലോ. ഓക്കെ, അതിനാണ് ലാക്ക് ഓഫ് ലാമിനാർ ഫ്ലോ ആൻഡ് മാം ഞങ്ങൾക്ക് ഇതൊരു നോട്ടായിട്ട് തരുമോ മാം? ഒരുപാട് വാക്കുകള് അറിയാത്തതില്ലേ, അപ്പൊ അതിന്റെ നോട്ട്സ് തരുമോ? നോട്ട്സ് തരാം. ഓക്കെ, അപ്പൊ എന്നാ ഇപ്പൊ നോട്ട്സ് തരാ? നോട്ട്സ് തരാം. ഓക്കെ, ഇതും കൂടി എഴുതി നോക്കട്ടെ, മിസ് നോക്കട്ടെ കേട്ടോ. അടുത്തും കൂടി എടുത്തിട്ട് നോട്ട്സ് തരാം. ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ, മോഡുലാർ OT. ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരെണ്ണം കൂടി ഉണ്ട്, മോഡുലാർ OT എന്ന് പറഞ്ഞാൽ എന്താ? Prefabricated modular OT is a finished steel structure with a joint less sterile coating that provides a high quality finish. എന്താണ് മോഡുലാർ OT? ഇത് കഴിഞ്ഞിട്ട് തരാം കേട്ടാ, ടെൻഷൻ എടുക്കണ്ട. എല്ലാത്തിനും എഴുതി വെച്ചിട്ടുണ്ട് മിസ്, അത് തന്നേക്കാം കേട്ടോ. നോട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് തരാം. റാപ്പിഡ് കൺസ്ട്രക്ഷൻ, എന്താണ് മോഡുലാർ OT എന്ന് പറഞ്ഞാൽ? റാപ്പിഡ് കൺസ്ട്രക്ഷൻ. ദീസ് OTs പ്രൊവൈഡ് ദ ബെനിഫിറ്റ് ഓഫ് റാപ്പിഡ്, വളരെ പെട്ടെന്ന് കൺസ്ട്രക്ട് ചെയ്യണം. പിന്നെ പ്രിവെൻസ് ഓഫ് കണ്ടാമിനേഷൻ, രോഗം പകരണത് തടയും. ലോങ് ഡ്യൂറബിലിറ്റി, ധാരാളം നാള് നിൽക്കും. ഓക്കെ, സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. പിന്നെ ഈസ് ഓഫ് മെയിൻ്റനൻസ്. പിന്നെന്താ? ഇൻസ്റ്റലേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്. പിന്നെ അവസാനത്തെ പ്രൊവിഷൻ ഓഫ് ഓപ്പണിംഗ് നീഡഡ് ഫോർ ദ ഇൻസ്റ്റലേഷൻ വിത്തൗട്ട് എഫക്റ്റിംഗ് ഹാർഡ്നെസ് ഓഫ് സ്ട്രക്ചർ. എന്താ പറയണേ? ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. അതിൽ മോഡുലാർ OT എന്ന് പറഞ്ഞത് ഇങ്ങനെയായിരിക്കും എന്നാ പറയണേ. ഓക്കെ, ഇത്തരം കാര്യങ്ങളായിരിക്കും വളരെ നാള് നിലനിൽക്കും. നല്ല റാപ്പിഡ് കൺസ്ട്രക്ഷൻ, അല്ലെ, വളരെ പെട്ടെന്ന് കൺസ്ട്രക്ട് ചെയ്യപ്പെടാൻ, നല്ല ഇൻസ്റ്റലേഷൻ. ഓക്കെ, വിത്തൗട്ട് എഫക്റ്റിംഗ് ഹാർഡ്നെസ് ഓഫ് സ്ട്രക്ചർ. ഇത്രയുമാണ് മോഡുലാർ OT. ഓക്കെ, എന്നാ പിന്നെ നിങ്ങൾക്ക് ഇന്നലത്തെയും ഇന്നത്തെയും കൂടി നോട്ട്സ് തരട്ടെ മിസ്? ഇന്നലത്തെ ഓക്കെ നോട്ട്സ് തരാം. എന്നാ എഴുതിയെടുത്തോളൂ. ഫസ്റ്റ് വൺ തരട്ടെ? ഇപ്പൊ നോക്കട്ടെ, ഇനി ഒരു 20 മിനിറ്റ്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ആദ്യത്തെ പാഠത്തിലെ ഇൻട്രൂസീവ്. ഇൻട്രൂസീവിന്റെ വേണോ നിങ്ങൾക്ക്? ഇൻട്രൂസീവ് ആൻഡ് ഇൻവേസീവ്. ഇൻട്രൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ? കട്ടിങ് ഇൻറ്റു ആൻഡ് വർക്കിംഗ് ഇൻസൈഡ് എ പേഷ്യൻസ്. വേണോ? അത് വേണോ? ഇൻട്രൂസീവിന്റെ മീനിങ് വേണോ? ഇൻട്രൂസീവ് ആൻഡ് ഇൻവേസീവ് എഴുതിയിട്ടുണ്ടോ? എഴുതിയെടുത്തോളൂ മാം. ഒന്നാമത്തെ കേട്ടോ, ഒന്നാമത്തെ വേർഡ് ഇൻട്രൂസീവ് ആൻഡ് ഇൻവേസീവ്. 20 മിനിറ്റ്സ് ഉണ്ട്, ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ എഴുതിയെടുത്താൽ മതി. ഓക്കെ, ഇൻട്രൂസീവും ഇൻവേസീവും ഒരേ മീനിങ് തന്നെയാണ് കേട്ടോ. ഇൻട്രൂസീവ് ആൻഡ് ഇൻവേസീവ് രണ്ടും ഒരേ മീനിങ് ആണ്. എന്താണ്? കട്ടിങ് ഇൻറ്റു ആൻഡ് വർക്കിംഗ് ഇൻസൈഡ് എ പേഷ്യൻസ് ബോഡി. എഴുതിയാ? വേഗം എഴുതിയിരിക്കണം കേട്ടാ, രണ്ട് പാഠത്തിലുണ്ട്. ഇൻട്രൂസീവ് എന്ന് പറഞ്ഞാലും പറയാം. ഇൻട്രൂസീവും ഇൻവേസീവും ഒരേ മീനിങ്. നോക്കിയേ കണ്ട, ദിസ് മേ കണ്ടെയ്ൻ either minimally invasive procedures, അല്ലെ, ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. ഇൻട്രൂസീവും ഇൻവേസീവും ഒരേ മീനിങ് ആണ്. എഴുതിക്കോളൂ. എന്താണ്? കട്ടിങ് ഇൻറ്റു ആൻഡ് വർക്കിംഗ് ഇൻസൈഡ് എ പേഷ്യൻസ് ബോഡി. എഴുതിയാ? ആദ്യത്തെ മീനിങ് എഴുതിയോ? ഒന്നുകൂടി പറയാമോ? ഒന്നാമത്തെ വേർഡ് പറയാം. ഫസ്റ്റ് വേർഡ് ഇൻട്രൂസീവ് ആൻഡ് ഇൻവേസീവ്. ഇൻട്രൂസീവ് തന്നെയാണ് ഇൻവേസീവ്.
Meaning cutting into and working inside a patient's body. Cutting into and working inside a patient's body. Okay, എഴുതിയാ? ഒന്നാമത്തെ എഴുതിയാ? എഴുതിയാ? ഒന്നാമത്തെ എഴുതിയാ? കഴിഞ്ഞ? ഓക്കെ, ഓക്കെ, അടുത്ത് പറയാം. ലാപ്പറോസ്കോപ്പ് എഴുതിക്കോളും. ലാപ്പറോസ്കോപ്പ്. ലാപ്പറോസ്കോപ്പ് നോക്കി എഴുതിക്കോളൂ കേട്ടാ. ആ പാരഗ്രാഫിലോ ലാപ്പറോസ്കോപ്പ്. പറയട്ടെ? Laparoscopy uses a thin lighted tube. Laparoscopy uses a thin lighted tube. Okay, എഴുതിയോ? മാം ഒന്നുകൂടി പറയോ? ടെൻഷൻ അടിക്കണ്ട. ഒന്നുകൂടി പറയോ? പറയാം. രണ്ടാമത്തെ പോയിന്റ് ആണ് ലാപ്രോസ്കോപ്പ്. അത് എഴുതിയോ? ലാപ്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ലാപ്രോസ്കോപ്പി യൂസസ് എ തിൻ ലൈറ്റഡ് ട്യൂബ്. എഴുതിയാ? ലാപ്രോസ്കോപ്പി ഒരു തിൻ ലൈറ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നു. ലാപ്രോസ്കോപ്പി യൂസസ് എ തിൻ ലൈറ്റഡ് ട്യൂബ് ദാറ്റ് ഹാസ് എ വീഡിയോ ക്യാമറ. എഴുതിയാ? ദാറ്റ് കഴിഞ്ഞെന്നാ മാഡം? That has a video camera. The tube is Clear called ആവില്ല മാഡം. laparoscope. ഒന്നുകൂടെ പറയൂ, ക്ലിയർ ആവുന്നില്ല. ആരെങ്കിലും മ്യൂട്ട് ആക്കാണ്ടുണ്ടെങ്കിൽ മ്യൂട്ട് ആക്കൂട്ടാ. മ്യൂട്ട് ആക്കാതെ നിൽക്കരുത്. അത് കേക്കില്ല, ആർക്കും കേക്കില്ല. ഒന്നുകൂടി പറയാം. Laparoscopy uses a thin lighted tube that has a video camera. എഴുതിയാ? The tube is called a laparoscope. എഴുതിയാ? ഓക്കെ ആണോ? എന്താ മിസ് പറഞ്ഞേ? ലാപ്രോസ്കോപ്പി ഒരു ചെറിയ ലൈറ്റ് ട്യൂബ് യൂസ് ചെയ്യും. അതും എന്തുണ്ട്? ഒരു വീഡിയോ ക്യാമറയും കൂടി ഉണ്ട്. ആ ട്യൂബിനെയാണ് എന്ത് പറയുന്നേ? ലാപ്പറോസ്കോപ്പ്. എഴുതിക്കോളൂ. ദ ട്യൂബ് ഈസ് കോൾഡ് എ ലാപ്പറോസ്കോപ്പ്. എഴുതിയാ? ഓക്കെ, എഴുതിയോ? ഇനി അടുത്തത് ക്യാമറ സെൻസ് ഇമേജ് ഫ്രം ഇൻസൈഡ് യുവർ ബോഡി ടു എ വീഡിയോ മോണിറ്റർ. ക്യാമറ സെൻസ് ഇമേജസ് ഫ്രം ഇൻസൈഡ് യുവർ ബോഡി ടു എ വീഡിയോ മോണിറ്റർ. ഈ ക്യാമറ എന്താ ചെയ്യുന്നത്? ലാപ്രോസ്കോപ്പിൽ തന്നെയാണോ? ലാപ്രോസ്കോപ്പിന്റെ തന്നെയാണ്. The tube is called laparoscope. അതൊരു കാര്യം കൂടി ചെയ്യണം. എന്താണ്? The camera sends images. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ ഇമേജ്, പടങ്ങള് ഒരു വീഡിയോ മോണിറ്ററിലേക്ക് സെൻഡ് ചെയ്യുന്നു. That is, the camera sends images from inside your body to a video monitor. ഇതാണ് ലാപ്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ. എന്താണ്? ലാപ്രോസ്കോപ്പി ഒരു ചെറിയ ലൈറ്റഡ് ട്യൂബ് യൂസ് ചെയ്യണം. അതിന് ഒരു വീഡിയോ ക്യാമറയുണ്ട്. ഈ ട്യൂബിനെയാണ് എന്ത് പറയണേ? ലാപ്രോസ്കോപ്പ്. നമ്മൾ പറഞ്ഞു കീഹോൾ സർജറിയില് ക്യാമറയും ലാപ്രോസ്കോപ്പും ബോഡിയില് ഇൻസേർട്ട് ചെയ്യുന്ന ഇന്നലെ.
പറയാം. Camera sends images from inside your body to a video monitor. Okay, കിട്ടിയോ? ഇൻസൈഡ് യുവർ ബോഡി. Inside your body to a video monitor. Okay, laparoscope. Okay, കിട്ടിയാ? ഓക്കെ. ഓക്കെ. അപ്പൊ ഇപ്പൊ എത്ര എഴുതി നമ്മള്? ഇൻട്രൂസീവ്, ഇൻവേസീവ്, ലാപ്രോസ്കോപ്പ് അല്ലെ? ഇനി എഴുതിക്കോളൂ. ഇൻസിഷൻസ് IN നോക്കി എഴുതൂ കേട്ടോ, പാരഗ്രാഫിൽ നോക്കാം. ഇൻസിഷൻസ് എന്താണ് ഇൻസിഷൻ അല്ലെ? സ്മോൾ കട്ട്സ് അല്ലെ? സ്മോൾ ഇൻസിഷൻസ്, കട്ട്സ്. Cuts and few stitches. Since incisions on the surgery that is done using small cuts. Surgery that is done using small incisions, cuts. Bracket le cuts കൊടുക്കുക. And few stitches. നിർത്തി പറയുവോ? ആദ്യം തൊട്ടൊന്ന് നിർത്തി പറയുവോ? എത്രാമത്തെ? ഈ സർജറി ഇൻട്രൂസീവ് എഴുതിയില്ലേ? ഇൻട്രൂസീവ്, ഇൻവേസീവ്, ഇൻസിഷന്റെ മീനിങ്സ് തുടക്കം തൊട്ടൊന്ന് നിർത്തി പറയുവോ? ഇൻസിഷൻ അത് പറയണേ ഉള്ളൂ, അത് പറഞ്ഞിട്ടില്ല. ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സർജറി ദാറ്റ് ഈസ് ഡൺ. എഴുതിക്കോളൂ. സർജറി that is done using small incisions, small cuts, cuts and few stitches. കട്ടുകൾ. ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞ് എന്താണ്? കട്ട്സ്, ചെറിയ കട്ടുകൾ, ബോഡിയിൽ ചെറിയ കട്ടുകൾ ഉണ്ടാക്കും. എന്നിട്ട് വേണം ഇൻസ്ട്രുമെന്റ് അതിനകത്തോട്ട് കയറ്റാൻ. ഓക്കെ, അപ്പൊ എന്താണ് ഇൻസിഷൻ എന്ന് പറഞ്ഞാല്? ഈ സർജറിക്ക് ഇൻസിഷൻസ് യൂസ് ചെയ്യും. എന്താണ്? സ്മോൾ കട്ട്സ് ആൻഡ് ഫ്യൂ സ്റ്റിച്ചസ്. സർജറി ദാറ്റ് ഈസ് ഡൺ യൂസിങ് സ്മോൾ ഇൻസിഷൻസ് അല്ലെങ്കിൽ കട്ട്സ്. ബ്രാക്കറ്റില് കട്ട്സ് എഴുതുക. ആൻഡ് ഫ്യൂ സ്റ്റിച്ചസ്, STITCHES, സ്റ്റിച്ചുകൾ. ഓക്കെ, ഇപ്പൊ കിട്ടിയാ? എന്ന് പറഞ്ഞാല് ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ സ്മോൾ കട്ട്സ്. എഴുതിയാ? സ്റ്റിച്ചർന്നോ എന്തായിരുന്നു? കട്ടും സ്റ്റിച്ചുകളും. കട്ട്സ് ആൻഡ് സ്റ്റിച്ചസ് അത് എഴുതിയാ മതി കേട്ടാ. കട്ട്സ് ആൻഡ് ആ സർജറികൾ എങ്ങനെയാ? ഇൻസിഷൻ എന്ന് പറഞ്ഞാല് ആ സർജറികളാണ് ഈ കട്ട്സും സ്റ്റിച്ചസും ഉണ്ടാവും. കട്ട്സ് ആൻഡ് സ്റ്റിച്ചസ്, ഇതിനെയാണ് ഇൻസിഷൻസ് എന്ന് പറയണം. ചെറിയ കട്ടുകളും സ്റ്റിച്ചുകളും, എ ഫ്യൂ സ്റ്റിച്ചസ്. സർജറി ദാറ്റ് ഈസ് ഡൺ യൂസിങ് സ്മോൾ ഇൻസിഷൻസ് അഥവാ കട്ട്സ്, ബ്രാക്കറ്റില് കട്ട്സ്, ആൻഡ് ഫ്യൂ സ്റ്റിച്ചസ്, കുറച്ച് സ്റ്റിച്ചുകൾ. ഓക്കെ, കിട്ടിയാ? ഓക്കെ മാഡം, ഇൻട്രൂസീവും ആൻഡ് ഇൻവേസീവും ഒരു മീനിങ് ആണെന്നല്ലേ പറഞ്ഞത്? ഇൻട്രൂസീവും ഇൻവേസീവും ഒന്ന് തന്നെയാണ്. ഏതാണ്? കട്ടിങ് ഇൻറ്റു ആൻഡ് അത്. പിന്നെ ലാപ്രോസ്കോപ്പും കേട്ടില്ലേ? പിന്നെ അടുത്തതാണ് ഇൻസിഷൻ, ഇൻസിഷൻ കട്ട്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് റിസസിറ്റർ നോക്കാം. റിസസിറ്റേറ്റർ. ഓക്കെ, റിസസിറ്റേറ്റർ സ്പെല്ലിംഗ് ഒന്ന് പറയാവോ? മീനിങ് പറയാം കേട്ടാ. സ്പെല്ലിംഗ് RESUS റിസസ്, RESUS CI എഴുതിയാ? TATOR
എഴുതിയ റിസസിറ്റേറ്റർ? ഓക്കെ മാം. പറയട്ടെ. A resuscitator is a medical device. Okay. A resuscitator is a medical device. മെഡിക്കൽ ഒരു മെഡിക്കൽ ഉപകരണം അല്ലെ? ഡിവൈസ് that uses positive pressure. Okay. A resuscitator is a medical device that uses positive pressure. എഴുതിയോ? Positive pressure to inflate. INFLATE. That uses എന്തും That uses positive pressure. To inflate area. INFLATE. To inflate the lungs of a person. To inflate the lungs of a person. Who is unconscious. Who is unconscious? എഴുതി. അബോധാവസ്ഥയിലേക്ക് പോയേക്കണം. ഓക്കെ. Who is unconscious and has stopped breathing. Comma. To keep them oxygenated and alive. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം. മിസ് എന്താ പറയാ? ഇന്നലെ പറഞ്ഞു അല്ലെ? അബോധാവസ്ഥയിലേക്ക്, അതായത് to keep them oxygenated and alive. Oxygenated. OXYGENATED and alive. രോഗി ഈ ഓപ്പറേഷന്റെ ഇടയില് ബ്രീത്തിങ്, അനസ്തേഷ്യ, അതായത് ബോധം, അനസ്തേഷ്യയിൽ കിടക്കുന്ന രോഗിക്ക് ബ്രീത്തിങ് അല്ലെ, ബ്രീത്തിങ് വേണ്ടേ? അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് എന്ത് പറയണേ? മിസ് ഇന്നലെ പറഞ്ഞെന്ന് റെസിറ്റേറ്റർ ഡിവൈസസ് എന്ന് പറയണേ. ഒന്നുകൂടി പറയാം. A resuscitator is a medical device that uses positive pressure to inflate the lungs of a person who is unconscious and has stopped breathing to keep them oxygenated and alive. അയാളെ ജീവിപ്പിക്കുക, അയാൾക്ക് ജീവൻ ഉണ്ടായിരിക്കണം അല്ലെ? ബ്രീത്തിങ് കൊടുക്കാനായിട്ട് അയാളുടെ ഓർമ്മ, അബോധാവസ്ഥ അല്ലെങ്കിൽ അനസ്തേഷ്യയിലുള്ള ആ രോഗിക്ക് ബ്രീത്തിങ്, ഓക്സിജൻ കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയാ? റെസിസിറ്റേറ്റർ ഡിവൈസസ്. ഓക്കെ, മിസ്സിൽ ഇന്നലെ പറഞ്ഞു അല്ലെ? നിങ്ങൾ ചോദിച്ചപ്പോ എഴുതിയെടുത്ത എല്ലാരും എന്താണ് ചുരുക്കത്തിൽ പറഞ്ഞാല്? അബോധാവസ്ഥയില് അല്ലെങ്കിൽ സർജറിയുടെ ഇടയില് അബോധാവസ്ഥയിലുള്ള രോഗിക്ക് അയാളുടെ ബ്രീത്തിങ് അല്ലെ, ബ്രീത്തിങ് കണ്ടിന്യൂ ചെയ്യണം. ബ്രീത്തിങ് എപ്പോഴും ബ്രീത്തിങ് ഉണ്ടായിരിക്കണം. അയാൾക്ക് ഓക്സിജൻ കൊടുത്തോണ്ടിരിക്കാൻ, എന്താണ് ഓക്സിജൻ കൊടുത്തോണ്ടിരിക്കാൻ യൂസ് ചെയ്യുന്ന ഡിവൈസിനെയാണ് എന്ത് പറയാ? റിസസിറ്റേറ്റർ ഡിവൈസസ്. Okay, in order to give a patient who is in unconscious, to give him oxygenated air and breathing. To give him oxygenated and breathing. എന്തിനാണ്? അയാള് ജീവിച്ചിരിക്കാൻ അല്ലെ? To keep him alive. Such devices, ആ ഡിവൈസസിന് എന്താ പറയാ? റെസിസിറ്റേറ്റർ ഡിവൈസസ്. ഓക്കെ, ഇന്നലെ മിസ് പറഞ്ഞു അല്ലെ? ബോധമില്ലാത്ത, അതായത് അനസ്തേഷ്യയിൽ കിടക്കുന്ന രോഗിക്ക് ബ്രീത്തിങ് ചെയ്തുകൊണ്ട് ബ്രീത്തിങ് അയാൾക്ക് ബ്രീത്തിങ് കിട്ടണം അല്ലെ?
ഓക്സിജൻ കൊടുത്തോണ്ടിരിക്കണം എപ്പോഴും. അതിന് സഹായിക്കുന്ന ഡിവൈസിനെ എന്ത് പറയാ? റെസിസ്റ്റേറ്റർ ഡിവൈസസ്. ഓക്കെ, അതെഴുതിയാ? അത് ക്ലിയർ ആയോ? ഇനി മറക്കൂലല്ലോ? മറക്കോ? ഇനി കാർഡിയോഗ്രാഫേഴ്സ് ആരാ? ടു മോണിറ്റർ ദ ECG മെഷീൻ അല്ലെ? കാർഡിയോഗ്രാഫേഴ്സ് എന്തിനാ? ECG മെഷീൻ മോണിറ്റർ ചെയ്യാൻ അല്ലെ? റേഡിയോഗ്രാഫേഴ്സ് എന്തിനാ? എക്സ്റേ മോണിറ്റർ ചെയ്യാൻ. ഓക്കെ, അസെപ്റ്റിക്, അസെപ്സിസ് എഴുതിക്കോളൂ. അടുത്ത വേർഡ് അസെപ്റ്റിക്, അസെപ്സിസ്. സ്റ്റെറൈൽ, സ്റ്റെറിലൈസ് ചെയ്യാന്ന് മിസ് ഇന്നലെ പറഞ്ഞു തന്നു അല്ലെ? ചൂടുവെള്ളത്തിലിട്ട് അല്ലെ? നമ്മൾ സ്റ്റെറിലൈസേഷൻ നല്ല ചൂടുവെള്ളത്തിലിട്ട് രോഗവിമുക്തമാക്കുമേ, അതിനാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയണേ. ഓക്കെ, അസെപ്റ്റിക്, അസെപ്സിസ്. എന്താണ്? സ്റ്റെറൈൽ. എഴുതിയാ? നാലാമത്തെ കേട്ടോ. ആദ്യത്തെയാണ് ഇൻട്രൂസീവ്, ഇൻവേസീവ്, ലാപ്രോസ്കോപ്പ്, റിസസിറ്റേറ്റർ ഡിവൈസസ്. ഇതിപ്പോ നാലാമത്തേതാ വരിക? അസെപ്റ്റിക്, അസെപ്സിസ്. നോക്കി എഴുതുക കേട്ടോ. അസെപ്റ്റിക്, അസെപ്സിസ് എവിടെയാണെന്ന് നോക്കുക. ആ അസെപ്സിസ്, അസെപ്റ്റിക്, ASEPTAC. അസെപ്സിസ് നോക്കൂ, ഇവിടെ ഉണ്ട്. അസെപ്സിക്, അസെപ്റ്റിക്. എന്താണ്? സ്റ്റെറൈൽ, നല്ല ശുചിയാ, നല്ല വൃത്തിയാക്കുക. ഓക്കെ, സ്പിരിറ്റ് അല്ല ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് രോഗവിമുക്തമാക്കുക. അതിനാണ് എന്ത് പറയാ? അസെപ്റ്റിക്. സെപ്റ്റിക്കിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ, നാലാമത്തെ ECG. ECG എന്താന്ന് എഴുതണോ? ECG എഴുതണോ നിങ്ങൾക്ക്? ECG ആണോ? ഇലക്ട്രോ കാർഡിയോഗ്രാഫി. വേണ്ട. വേണ്ട, ECG വേണ്ട. വേണ്ട. ആ, എക്സ്റ്റെൻഡർ. എക്സ്റ്റെൻഡർ വേണമെങ്കിൽ എഴുതിക്കോളൂ. എക്സ്റ്റെൻഡർ, എ പേഴ്സൺ ഓർ തിങ് ദാറ്റ് എക്സ്റ്റെൻഡ് സംതിങ്. ടെൻഷൻ അടിക്കണ്ട കേട്ടാ, എല്ലാത്തിന്റെ നോട്ട് തരാം കേട്ടാ. അത് ഈ സമയം അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് വരാത്തോണ്ടാണ്. നാളെ മുതൽ രണ്ടിന്റെ എല്ലാ മീനിങ്ങും എഴുതി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തരാം. ഇതൊക്കെ സമയം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റണില്ല, അതുകൊണ്ടാണ്. ഒന്നുകൂടി നോക്കിയിട്ട് തരാം, ടെൻഷൻ അടിക്കണ്ട. എക്സ്റ്റെൻഡർ എഴുതിക്കോളൂ. EXTENDR, എക്സ്റ്റെൻഡർ. ഓക്കെ, അപ്പൊ നമ്മുടെ കഴിയാറായിട്ടുണ്ട്. ഇന്ന് 11:30 ആയിട്ടുണ്ട്. അടുത്ത മിസ് വരാറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നിർത്താം കേട്ടാ. ബാക്കി നാളെ തരാം. ഓക്കെ, എക്സ്റ്റെൻഡർ എഴുതിയോ? A person ഇല്ല മാഡം, a person or thing that extends something. ഓക്കെ, a person എന്തെങ്കിലും ഒരു സാധനം അതിങ്ങനെ നീട്ടാൻ എക്സ്റ്റെൻഡ് സംതിങ്. OTയിൽ യൂസ് ചെയ്യണ ഇതാ, അതിനാണ് എക്സ്റ്റെൻഡർ എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാവോ? A person or thing that extends something. ടെൻഷൻ അടിക്കണ്ട, നാളെ തരാം. എല്ലാരും ഒട്ടുണ്ടാ. എന്താ? അപ്പൊ ഇന്ന് നിർത്താന്നാ? നാളെ കാര്യം പറഞ്ഞു. പറയൂ. നമ്മളെ ഓരോ ടോപ്പിക് എടുക്കുന്ന സമയത്ത് തന്നെ അതിന്റെ നോട്ട് കൈയോടെ തന്നാ മതി, അപ്പൊ നമുക്ക് മനസ്സിലാവും ചെയ്യും. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. ഇനിയിപ്പോ ഇന്നത്തെ 2 ദിവസത്തെ ആ ടേംസ് തരാം. അതിന്റെ കൂടെ നാളത്തെ തരാം കേട്ടാ. നോട്ട്സ് ടെൻഷൻ അടിക്കണ്ട, തരാം. അത് ഈ സമയം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റണില്ല. 2 കൂടെ നോക്കിയിട്ട് നോട്ട്സ് തന്നേക്കാം കേട്ടാ. ഒന്നുകൂടി കോർഡിനേറ്റ് ചെയ്യട്ടെ കേട്ടാ. ഒന്നുകൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് സമയം തരാം. അതായത് 1 മണി, അരമണിക്കൂർ, 3/4 മണിക്കൂർ ക്ലാസ്, 1/4 മണിക്കൂർ നോട്ട്സ്. അങ്ങനെ നോക്കാം കേട്ടാ. ഓരോ പാരഗ്രാഫ് കഴിയുമ്പോ നോട്ട് തരാം. ഓക്കെ, ഓരോ ടോപ്പിക് കഴിയുമ്പോ അല്ലെങ്കിൽ നമുക്ക് എടുക്കുന്നതിന്റെ ഇടയിൽ തന്നെ
അങ്ങനെ ആ, ആയി okay. കുറച്ചും കൂടി എളുപ്പമായിരുന്നു ഞങ്ങൾക്ക്. ഓക്കെ, അങ്ങനെ ആവട്ടെ കേട്ടോ. ശരി, ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് മൈൻഡ് അപ്പ് ചെയ്യണം. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ, ഓക്കെ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. പറയോ പേഴ്സൺ ഓർ തിങ്കിങ് പറയോ എന്താണ് ലാസ്റ്റ് വരുന്നത്? That extends something. നമുക്കിനി അടുത്ത മാം ഏതാ? അർച്ചന. ഓക്കെ. ഇപ്പൊ ക്ലാസ് എടുത്ത മിസ്സിന്റെ പേരെന്താ? അർച്ചന. ലാസ്റ്റത്തെ നോട്ട് ഒന്ന് പറയാം. രമ്യ ടീച്ചറിന് പകരം വന്നതാണോ അർച്ചന മേഡം? അല്ല ശരണ്യ മിസ്സിന് പകരം വന്നതാന്നാ പറഞ്ഞത്. രമ്യ ടീച്ചർക്ക് പകരം വന്നാണെന്നോ അർച്ചന? അല്ല രമ്യ മിസ്സിനല്ലല്ലോ, ശരണ്യ ശരണ്യ മാമിന് പകരാണ്. ശരണ്യ മാമിന് പകരാണോ? ലാസ്റ്റ് പറയാമോ?